ഇന്നത്തെ പോലെ കടയടച്ച് ഞാൻ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ശരി, ഇന്ന് പൊറോട്ട വാങ്ങാൻ പറഞ്ഞിട്ട് മനു ഹോട്ടലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവനും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വെളിയിൽ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ താടിയൊന്ന് ഷേപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ട്രിമ്മറിൽ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അതിന്റെ ചാർജ് തീർന്നു. ഇത് വീട്ടിൽ വരുന്ന പൂച്ചയായിരുന്നു. അതിന് കുട്ടീനെയും കൂട്ടിയിട്ടായിരുന്നു ഇന്ന് വന്നത്. പക്ഷെ അത് ഇറങ്ങിയ ശേഷം ഇതിനെ എങ്ങനെ ഇറക്കുന്നായിരുന്നു അതിന്റെ പേടി. പക്ഷെ ഞാൻ ഇറക്കി കൊടുത്തു. എന്നിട്ട് ഈ നായി ഞാൻ വണ്ടി എടുക്കാൻ നേരത്ത് കുറുകെ ചാടി എന്നെ വീഴ്ത്തിയിട്ടുണ്ടാവും. നീ വണ്ടി ഓട്ടിച്ചു പോണേ മര്യാദയ്ക്ക് വണ്ടി എടുത്താൻ പറ്റിക്കോ. അത് എന്റെ ചൂടല്ലേ വേണ്ടിട്ട് ഇളനീര് കുടിക്കാൻ വേണ്ടി പുറത്തു പോയതാണ് ഞങ്ങളെ രണ്ടാളും. ഇപ്പം പുതിയ വ്ളോഗറാണ് കേട്ടോ, കണ്ടുവെച്ചത്. അത് കഴിഞ്ഞിട്ട് സമയം 4 മണി. ഇപ്പോ നെമ്മാറ വരയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങള്. ഇപ്പൊ തന്നെ കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായിരുന്നു. മഴയും മേടിയൊക്കെ വരുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നേരത്ത് ഇതാ 2 മുട്ട ബജ്ജിയും ചായയൊക്കെ കുടിച്ചിട്ടാണ് പോണത്. എന്താണ് പറഞ്ഞാൽ അവിടെ പോയി പറഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചേരാമംഗല ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടി പോണില്ല. എന്താണ് പറഞ്ഞാൽ ഇനി നടക്കുക തന്നെ വേണം പറഞ്ഞിട്ട് വണ്ടി ഒരു സൈഡാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഇപ്പൊ വല്യേങ്ങി എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ ഇപ്പൊ ദാ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളും പോയി നിന്നു. ഇനി വെടിക്കെട്ടാണ് പറഞ്ഞിട്ട് ദാ വീഡിയോ ഒക്കെ ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ വെടിക്കെട്ട് തുടങ്ങിയത് ഇങ്ങനെയാണെങ്കിൽ അവസാനിച്ചത് ഇങ്ങനെയായിരുന്നു. നെന്മാർക്കാരന്റെ പറയാൻ അത്ര കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്താണ് മഴ കാരണമാണ് ഇങ്ങനെയൊക്കെ നടന്നത്. എന്നിട്ട് ഞങ്ങളിപ്പോ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി പുലർച്ചെ വെടിക്കെട്ട് കാണാനുള്ള ശേഷിയില്ല പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ ഞങ്ങൾ കൈക്കടിച്ച് കയറ്റുണ്ടായിരുന്നു. അങ്ങനെ ഇനി വീട്ടിൽ പോകാൻ വേണ്ടിട്ട് നോക്കുമ്പോഴാണ് ഐസ്ക്രീം വേണം പറഞ്ഞത്. എന്നാൽ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഈ ആൾക്കൂട്ടം കണ്ടത്. എന്നാൽ പിന്നെ ഒരു സൈഡ് പോയി നിന്നപ്പോഴാണ് ഇത് തിരക്കില്ല ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ. അങ്ങനെ ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാ പിന്നെ ശരി.